പറഞ്ഞു വന്നത് ക്ഷേത്രത്തെ കുറിച്ചാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലെ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയത്തിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യുന്നത് എന്താണോ അതാണ് ക്ഷേത്രം. നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവുന്നോ, വിഷമങ്ങളും സങ്കടങ്ങളും സന്താപങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പക്ഷേ നമ്മുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ മക്കളോടോ ഒന്നും ഒരു പക്ഷേ അത് അതിൻ്റെതായ തീവ്രതയിൽ ഒരു പക്ഷേ പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഭഗവാന്റെ മുന്നിൽ എത്തി കഴിയുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള മൂർത്തിയുടെ മുന്നിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ? നമുക്ക് എല്ലാ സങ്കടങ്ങളും അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും. ഭഗവാന്റെ മുന്നിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടാൻ പറ്റും. ഭഗവാൻ തരുന്നുണ്ടോ തരുന്നില്ലയോ എന്നുള്ളതല്ല, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ ഒരു അത്താണിയാണ് അല്ലെങ്കിൽ ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. അത് നമുക്ക് മറ്റെവിടെയും കിട്ടൂല. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, തൊട്ട് അയൽവാസിനെ ദൈവമേ അവനെ ഒന്ന് തകർത്ത് തരിപ്പണാക്കണേ, കാരണം അവന് വല്ലാതെ വരസയാണ് എന്റെ മുന്നിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരോട് ഭഗവാനോട് പറയാം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്റെ ജീവിതത്തിൽ, എന്റെ വീട്ടിലെ, എന്റെ മക്കൾക്കും കുടുംബത്തിനും ഒക്കെ നല്ല ഐശ്വര്യം ഉണ്ടാവണേ, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവണേ എന്നൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൊ എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സൊക്കെ കലുഷിതമായിട്ട് ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന്റെ മുന്നിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുണ്ടാവും, നമ്മുടെ മനസ്സിനൊരു ഭയങ്കര സന്തോഷം ഉണ്ടാവും, ഒരു റിലീഫ് ഉണ്ടാവും. നമ്മൾ വളരെ ശാന്തമായി നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അതോടെ തീർന്നല്ല, പക്ഷെ വീണ്ടും നമുക്ക് ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും. അതാണ് ക്ഷേത്രങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പുരാണങ്ങൾ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളത്, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിമത്തായ ആളാണ്, അദ്ദേഹത്തിന് അമാനുഷികമായ ശരീരഘടനയുള്ള ആളാണ്. നമ്മൾക്ക് വേണ്ടുന്ന എന്ത് കാര്യങ്ങളും വേണമെങ്കിൽ നമുക്ക് അവരെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടുന്ന ശാശ്വതമായ പരിഹാരം അവർ നമുക്ക് നൽകും. അതിന്റെ കഴിവ് അവർക്കുണ്ട് എന്നൊരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങൾക്കും ക്ഷേത്രാചാരങ്ങൾക്കും ഒക്കെ സനാതന ധർമ്മത്തിൽ ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭക്തരായി ഈ ക്ഷേത്രത്തിന് മുറ്റത്ത് ഇതുപോലെ വരുന്നത്.